ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പം MSC റോസ് എന്ന കപ്പലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ നമ്മളെ മാസ് കമ്പനിയുടെ ഒഴിവുകളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് MSC റോസിൻ്റെ വിവരങ്ങളൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. MSC റോസ് വളരെ കാത്തിരിപ്പിന് ശേഷം, അതായത് 20/9/2024 അതിരാവിലെ 12:30 മണിയോടുകൂടി വിഴിഞ്ഞം പോർട്ടിന് പുറത്തായി നങ്കൂരമിട്ട ശേഷം 23/9/2024 തിങ്കളാഴ്ച രാവിലെ 10:45 വിഴിഞ്ഞം പോർട്ടിലോട്ട് പ്രവേശിച്ചത്. ഏകദേശം 2.5 ദിവസത്തോളം നമ്മുടെ വിഴിഞ്ഞം കടലിൽ കാത്തുകിടക്കുകയായിരുന്നു. MSC റോസ് മദർ വെസലാണ്. 364 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമാണ് ആ ഷിപ്പിന് ഉള്ളത്. അതിനു മുമ്പായി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ MSC റോസ് വിഴിഞ്ഞം പോർട്ടിൽ നങ്കൂരം ഇട്ടിരുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൗൺ 3 PT എന്ന മദർ വെസലും അതിനോടൊപ്പം തന്നെ MSC ഏറ എന്ന ചെറിയൊരു വെസലുമാണ് വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേർന്നത്. ഈ 2 ഷിപ്പുകളും ഒരേ സമയത്ത് വിഴിഞ്ഞം പോർട്ടിലുണ്ടായിരുന്നു. അതായത് MSC ഈറ 2 മണിക്കൂർ നേരമേ ആ പോർട്ടിൽ ചെലവഴിച്ചുള്ളൂ. കാരണം അതിൽ 7 കണ്ടെയ്നർ മാത്രമേ കയറ്റാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് MSC ക്യാപ്റ്റൗൺ PT 23/9/2024 തിങ്കളാഴ്ച രാവിലെ 6:45 നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറപ്പെട്ടത്. വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറപ്പെട്ട ശേഷമാണ് MSC റോസ് വിഴിഞ്ഞം പോർട്ടിലേക്ക് അടുത്തത്. MSC ക്യാപ്റ്റൗൺ 3 ഏകദേശം ഒരു 750 കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കുകയും കയറ്റുകയും ചെയ്തത്. എന്നിരുന്നാലും നമ്മൾ ഇതുവരെയും വന്നിട്ടുള്ള ഷിപ്പുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ ഷിപ്പ് സൻ ഫെർണാണ്ടോ, 2 മാരിനെസ്സൂർ, 3 നാവിയസ് ടെമ്പോ, 4 MSC ഡെയ്ല, 5 MSC ADU 5, 6 MSC ഓറിയോൺ, 7 MSC കൈല, 8 MSC സേബ് 7, 9 MSC ക്ലൗഡ് ജെറാഡിറ്റ്, 10 MSC ഈവ, 11 MSC തവിഷി, 12 MSC ഈറ, 13 MSC ക്യാപ്റ്റൗൺ 3, 14 MSC റോസ്. ഇത്രയും കപ്പലുകളാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെയും എത്തിയിട്ടുള്ളത്. ഷിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മാസ് കമ്പനിയുടെ ഒഴിവുകളെക്കുറിച്ചാണ്. മാസ് കമ്പനിയുടെ ഒഴിവുകൾ നേരത്തെ ഉണ്ടായിരുന്ന 1400 സംതിങ് ഒഴിവുകൾ ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും നോട്ടിഫിക്കേഷൻ അവർ ഇടുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം ഇട്ട നോട്ടിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ കാർഗോ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഡെൻമാർക്കിലാണ് ഈ ഒഴിവ് വന്നിട്ടുള്ളത്. മാസ്ക് എയർ കാർഗോ 767 ആൻഡ് 777 TR ഫസ്റ്റ് ഓഫീസർ. അതാണ് ഒന്നാമത്തെ ഒഴിവ്. സെക്കൻഡ് മാസ്ക് എയർ കാർഗോ നോൺ TR ഫസ്റ്റ് ഓഫീസർ. മൂന്നാമത്തെ ടൈപ്പ് എക്സ്പീരിയൻസ്ഡ് B777 ലൈൻ ട്രെയിനർ ബ്രാക്കറ്റിൽ LIFUS. ഇത്രയുമാണ് ഡെൻമാർക്ക് ഒഴിവ് വന്നിട്ടുള്ളത്. മറ്റുള്ള ഒഴിവുകൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സീനിയർ സ്പെഷ്യലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ KAFKA, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്ലാറ്റ്ഫോം പ്രൊട്ടക്റ്റ് ഓണർ, പ്രോസസ് എക്സ്പെർട്ട്, സീനിയർ പ്രോസസ് എക്സ്പെർട്ട് ആൻഡ് സ്പെഷ്യലിസ്റ്റ്. അതുപോലെ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒഴിവുകളെല്ലാം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതിൻ്റെ സൈറ്റും മെയിൽ ഐഡിയും ഞാൻ ഇതിൽ കൂടെ നൽകാം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും നമ്മുടെ MSC റോസിൻ്റെ ആ വരുന്നതിൻ്റെ ദൃശ്യങ്ങളും
MSC റോസ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളും 3 ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടുകൂടി MSC റോസ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് കയറുന്ന ദൃശ്യങ്ങളും അത് വിഴിഞ്ഞം പോർട്ടിൽ തിരിഞ്ഞ് നമ്മുടെ പോർട്ടിലോട്ട് അടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഞാനിതിനകത്ത് നൽകാം. ഇത്രയും വിവരങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.